ചാനൽ ലെറ്റ്സ് മീ ഗെയിംസ് വേൾഡ്. അപ്പം നമ്മളിന്ന് കളിക്കാൻ പോണത് പിന്നെയും ഫ്രീ ഫയർ. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോണത് CS റാങ്കഡാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ മണ്ടത്തരം കാണിച്ച് BR റാങ്കഡാണ് എന്നുവെച്ചാൽ നിൽക്കി ഗൈസ് ഞാൻ നോക്കണ്ട. അതായത് ഞാൻ അടുത്ത സീസൺ വരാൻ പോണത് CS-ലാണ്. അതുകൊണ്ട് BR കളിക്കണം എന്നും കരുതിയാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ തന്നെ അടുത്ത സീസൺ വരാൻ പോണത്. അപ്പോൾ BR വന്നതേ ഉള്ളൂ, അതുകൊണ്ട് BR കളിക്കണം, കുറച്ച് കൂടുതൽ ഞങ്ങൾ കളിക്കാം എന്നും പറഞ്ഞാൽ ഇരുന്നത്. പക്ഷേ അങ്ങനെ അല്ലായിരുന്നു, CS-ലാണ് ഇപ്പോൾ വന്നത്. ഇപ്പം നമ്മൾ CS കളിക്കണം ഇനിയിപ്പം. അപ്പം CS കളിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നാളൂടെ കളിക്കാം. അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ടിരുന്ന് കളിച്ച് അങ്ങനെ നമ്മളിപ്പം ഗോൾഡ് 2 അടിച്ചിട്ടുണ്ട് CS-ൽ. ഇന്നലത്തെ എൻ്റെ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും, സിൽവറിലായിരുന്നു കിടന്നത്. ഓക്കെ, അപ്പം നമുക്ക് നേരെ കളിയിലേക്ക് പോകാം ഗൈസ്. തോക്കോ ജയിക്കോ ഒന്നും അറിയത്തില്ല, ജയിക്കുമായിരിക്കും. അപ്പോൾ ഗൈസ് ബാക്കിൽ ചെറിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം ഉണ്ടാവും. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ കളിയും നല്ല സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോയുടെ ലെങ്ത്തും ഞാനൊക്കെ കുറച്ച് കമൻറ്റ് ചെയ്യുക ഗൈസ്. അങ്ങനെ കുറച്ച് ലെങ്ത്ത് കൂടിയ വീഡിയോസ് വേണോ അതോ ഷോർട്ടായിട്ടുള്ള വീഡിയോസൊക്കെ വേണോ എന്ന് കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് ഒരാൾ വന്നല്ലോ, എല്ലാവരും ഉണ്ടല്ലോ ഗൈസ്, പിന്നെന്താണ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് സെറ്റിങ്സും ഞാനൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ ക്രോസ് ഹെയർ ടൈപ്പ് നോക്കിയാൽ മനസ്സിലാവും. എന്നുവെച്ചാൽ അവർ എയിം ചെയ്യുന്ന പോയിൻ്റ് ഉണ്ടോ ഗൈസ്, ഈ ഒരു എയിം ചെയ്യുന്ന പോയിൻ്റ് ഇത് എന്നുവെച്ചാൽ നമ്മളിങ്ങനെ എനിമിയിൽ ലോക്കാക്കുന്ന ഇതിങ്ങനെ നോക്കത്തില്ല. അതിപ്പോൾ അവനെ ഞാൻ നോക്കുന്നില്ല, അവൻ്റെ ഹെഡ് വെച്ചിരിക്കുന്നില്ല. ആ ഒരു പോയിൻ്റ് ഇപ്പോൾ നമ്മൾ ഓൾഡ് ടൈപ്പിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ക്വിക്ക് സ്വിച്ച് ബട്ടൺ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഗണ്ണും കണ്ണൊക്കെ എടുക്കാം. ഓക്കെ ഗൈസ് നമുക്ക് ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇവിടെ കയറി വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഒരുത്തം വരുന്നുണ്ട് ഗൈസ്. ഇല്ല, അവൻ നൈസായിട്ട് സൈഡിൽ കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ ചെറിയ രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാകും. പക്ഷേ ഞാൻ കളിയിലും കല്ലൊക്കെ ഫോക്കസ് കളിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, നമ്മുടെ ഒരുത്തൻ ചത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അപ്പുറത്തെ ടീമിൽ 2 പേരുള്ളൂ. നമുക്ക് പെട്ടെന്ന് കളി സ്റ്റാർട്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അവിടെ ഒരുത്തൻ നിൽപ്പുണ്ട് ഗൈസ്. അവനെ പെട്ടെന്ന് തൊട്ടാൻ പറ്റുമോന്ന് നോക്കട്ടെ. 9 ഡാമേജ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഓട്ടം ഉണ്ടാകും ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ ഈ ഒരു കളിയും കാലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സെക്കൻഡ് റൗണ്ടും പിടിക്കണം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഹീറോയിക് പുഷിങ് ആണ് ഗൈസ്. മാക്ക് എടുക്കാം, മാക്ക് വെച്ചിട്ടാണ് കളി. ഓക്കെ ഗൈസ്, നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ നോയ്സുകളൊക്കെ ഉണ്ടാകും. ഞാൻ എപ്പോഴും പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് നോയ്സുകളൊക്കെ എൻ്റെ വീഡിയോ കൊണ്ടാകും. ഞാൻ നോർമൽ ഹെഡ്സെറ്റ് വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എഡിറ്റ് ചെയ്തൊക്കെ കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പക്ഷേ ഞാൻ പറ്റുന്നതിന് അടുത്ത ദിവസം തൊട്ടൊക്കെ വെബ് ക്യാം വെച്ചിട്ടൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. വെബ് ക്യാം എന്ന് വെച്ചാൽ പുറത്ത് ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ ഫ്രണ്ട് ക്യാം യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനത്തെ ആപ്പും എല്ലാം വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, അവിടെ അടുത്ത് നിൽക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ പേര് അടിക്കാൻ പറ്റുമോ അവനെ നോക്കിയിട്ട് പേര് ഒരിക്കലും കേട്ടോ. അവൻ അവിടെ ഉണ്ട് ഗൈസ്, അവൻ അവിടെ ഉണ്ട്. ഓക്കെ, അവൻ അവിടെ ഉണ്ടായിരുന്നു. അവനെ കട്ട് ചെയ്യും. നമ്മളെ പിള്ളേരാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ 3 പേരുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കളിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ UID എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, റിക്വസ്റ്റ് വെച്ചാൽ മതി. അപ്പോൾ ഗൈസ് നിങ്ങളുടെ പേരും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇല്ലേ ഗൈസ് എനിക്ക് ആളെ മനസ്സിലായില്ല. കുറച്ച് മസ്റ്റും എടുക്കാം. അവിടെ AK ഇരിക്കുന്നുണ്ട്, നമുക്ക് AK കളഞ്ഞേക്കാം. ഗൈസ് എൻ്റെ അത്യാവശ്യം ഓൾഡ് ആയിട്ടുള്ളൊരു അക്കൗണ്ടാണ്. ഞാൻ ഇടയ്ക്ക് വെച്ചൊന്ന് കളിയും കല്ലൊക്കെ നിർത്തി പോയതുകൊണ്ടാണ് കേട്ടോ.
ഇപ്പോൾ ഇങ്ങനെ ഒന്നും സ്കിന്നൊന്നും വലുതായിട്ട് ഇല്ലാത്തത് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും ഹെഡ് എക്സ്പേർട്ടാണ്. ഞാൻ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് കളിച്ചുകൊണ്ടിരുന്ന ചെക്കനാണ് ഒരു നമ്മുടെ അപ്പുറത്തുള്ള ഒരു ചെറുക്കൻ ഓയിലെന്ന് പറയും. അവനിപ്പോൾ സെറ്റപ്പായി പോയിട്ടുണ്ട് ഗൈസ്. അവൻ സീനായിപ്പോൾ കയറിപ്പോയി. അവനിപ്പോൾ 2 years ഓൾഡ് ഞാനൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒന്നും അനക്കൊന്നും കേൾക്കുന്നില്ല ഗൈസ്. അപ്പുറത്തെ ടീം ഇച്ചി മണ്ണൻ ടീമാണെന്ന് തോന്നുന്നു. നമുക്ക് നൈസായിട്ട് കണ്ടെയ്നർ സൈഡിൽ കൂടെ പോകാം. വണ്ടി ഏരിയ ഗൈസ്. അവിടെ ഒരുത്തർ ഒറ്റ കടി കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നൈസായിട്ട് നമുക്ക് അവനെ ഒരുത്തനെ ഉണ്ട് ഗൈസ്. അവനെ നമുക്ക് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാം ഗൈസ്. നമ്മൾ മാക്സിമം ഇതുപോലെ പൊക്കി വിടാൻ പറ്റുന്നതെല്ലാം പൊക്കി വിടണം. ഇനിയിപ്പോൾ നമ്മൾ തൂക്കുന്നതായിരിക്കും ഗൈസ്. എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റാളെ കാണുന്നില്ല ഗൈസ്. ആ ഫ്രണ്ട് എവിടെ പോയി കിടക്കണം. അവൻ എവിടെയെങ്കിലും തന്നെ കാണും ഗൈസ്. ഒന്നില്ല നമ്മളെ പിള്ളേരൊന്നും തട്ടും. എവിടെയാണോ ഒക്കെ ഒന്നും കേൾക്കുന്നില്ല. അവൻ സോൺ കയറി ചാകും ഗൈസ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല ഗൈസ്. അത് തന്നെ സംഭവിച്ചാൽ ഫോൺ കയറി ചെത്തിട്ടുണ്ട്. നെറ്റ് പോയാണെന്ന് തോന്നുന്നു. ഈ ക്രേ അവനെയല്ലേ ഗൈസ് നേരിട്ട് അടിച്ചിട്ടെന്ന് തോന്നുന്നു. അതായത് ആദ്യം ഒരു ബാഗൊക്കെ കൊണ്ട് നെറ്റ് പോയി. അത് നമ്മൾ ഒരുപാട് റിസോഴ്സ് ഒന്നും എടുക്കുന്നില്ല. ഇത് വെച്ചിട്ട് തന്നെ കളിക്കുകയാണ്. ഒരു സൂപ്പർ മെറ്റ് നല്ല കളിക്കുന്നത്. നമുക്ക് ആ ലെവൽ തന്നെ എത്തി കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കളി എന്തായാലും നമ്മൾ തന്നെയാണ് ബൂയ ഉറപ്പാണ്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും വീഡിയോയ്ക്ക് ഷെയറിലേക്ക് സപ്പോർട്ടൊക്കെ ചെയ്യാം. അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ നമ്മൾ ഫ്രീ ഫയർ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് CS റാങ്ക്ഡ് ആണ് കേട്ടോ ഇനി നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് VR നിങ്ങൾ പറയുന്നത് വെച്ചാൽ ഞാൻ കളിക്കുന്നതായിരിക്കും. ഒരുത്തൻ ആ സൈഡിൽ കൂടെ വരുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ആ സൈഡ് നോക്കാം ഗൈസ്. എന്താ വെച്ച് കഴിഞ്ഞാലേ ഓക്കെ അനക്കം കേൾക്കുന്നതിന് വൈബ്രേഷൻ അടിക്കില്ല. ഇപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ഉള്ളു ഗൈസ്. നമ്മൾ അവനെയൊക്കെ തീർത്ത് അങ്ങനെ മുടി അടിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇമോട്ടൻ തന്നെ വീഴാത്തത്. അപ്പോൾ നമ്മൾ ഈ ഒരു കളി ഞാനൊക്കെ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.